മുന്നിൽ നിർത്തിയിട്ട ബൈക്കിലിരിക്കുന്ന കിച്ചേട്ടനെ കണ്ടതും നെഞ്ചൊന്നിടിച്ചു. ബസ് പോയല്ലേ? എന്നെ നോക്കി കിച്ചേട്ടൻ ചോദിച്ചതും ആണെന്ന് തലയണയ്ക്ക് കാണിച്ചു. ഇനി എപ്പോഴാ അടുത്ത ബസ്? 8:45. അത് കേട്ടതും കിച്ചേട്ടൻ വാച്ചിലേക്ക് നോക്കി. ഇനി 10-15 മിനിറ്റോളം ഉണ്ടല്ലോ അച്ചുവേ. ഞാനൊന്നും മിണ്ടാതെ കിച്ചേട്ടനെ നോക്കി. മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. നീ കയറ്, ഞാൻ കൊണ്ടാക്കാം. കിച്ചേട്ടൻ പറഞ്ഞതും എനിക്കാകെ വെപ്രാളം തോന്നി. ഞാൻ ബസ്സിന് പൊക്കോളാം. അതെന്നാ അച്ചൂട്ടിയെ, എന്നെ വിശ്വാസമില്ലേ നിനക്ക്? പതിഞ്ഞുകൊണ്ടുള്ള കിച്ചേട്ടൻ്റെ ചോദ്യം കേട്ടതും അച്ചു ഞെട്ടി ചുറ്റിനും നോക്കി. നിൽക്കുന്നതിൻ്റെ തൊട്ട് മുന്നിലുള്ള ഇരുമ്പ് കടയിൽ അച്ഛൻ്റെ അനിയൻ നിൽപ്പുണ്ട്. കടയിൽ നിന്നിറങ്ങി ഇങ്ങോട്ട് നടന്ന് റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടതും നെഞ്ചൊന്നിടിച്ചു. നിന്റെ ബസ് പോയോ? ഞങ്ങൾക്കടുത്ത് വന്ന് നിന്നുകൊണ്ടാണ് പാപ്പൻ ചോദിക്കുന്നത്. ആ പാപ്പ, ഇറങ്ങിയപ്പോൾ വൈകി, ഇവിടെ എത്തിയപ്പോഴേക്കും ബസ്സും പോയി. ഞാൻ കിച്ചേട്ടനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ കൊണ്ടാക്കാമെന്ന് പറയായിരുന്നു കൊച്ചച്ച, അല്ലെങ്കിൽ ഇനി 10-15 മിനിറ്റ് ഇവിടെ ഇങ്ങനെ നിൽക്കണ്ടേ? കിച്ചേട്ടൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതും ഞെട്ടി പാപ്പൻ്റെ മുഖത്തേക്ക് നോക്കി. കിച്ചേട്ടനെ നോക്കുവാണ്. അതാ നല്ലത്, ഇവിടെ അധിക നേരം അങ്ങനെ നിൽക്കണ്ട. ചെല്ല്, ഇവൻ കൊണ്ടാക്കും. പാപ്പൻ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയി. അപ്പോൾ എങ്ങനെയാ, പോവല്ലേ? കിച്ചേട്ടൻ കുസൃതി ചിരിയോടെ ചോദിച്ചതും ആളെ ഞാൻ കലിപ്പിച്ചൊന്ന് നോക്കി. കേറൻ്റെ അച്ചൂട്ടിയെ. അതും പറഞ്ഞ് കിച്ചേട്ടൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ആദ്യമൊന്ന് മടിച്ചു നിന്നെങ്കിലും അത്രയും നേരം ആളോട് ചേർന്ന് ബൈക്കിലൊരു യാത്ര ഓർത്തതും ചാടിക്കേറിയിരുന്നു. കണ്ണാടിയിൽ കൂടെ കണ്ടിരുന്നു കിച്ചേട്ടൻ്റെ മുഖത്തൊരു ചിരി. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യും നേരം കണ്ടിരുന്നു അപ്പുറത്തെ പലചരക്ക് കടയിൽ നിന്ന് തങ്ങളെ സൂക്ഷിച്ചു നോക്കുന്ന ഒരാളെ. ഈ നാട്ടിലെ ഏറ്റവും വലിയ പരദൂഷണത്തള്ളയാണ്. ഇതിൻ്റെ ബാക്കി വീട്ടിൽ ചെന്നാകും. പൊടിപ്പും തൊങ്ങലും വെച്ച് അമ്മയുടെ ചെവിയിൽ ആവശ്യമില്ലാത്തതൊക്കെ എത്തിക്കും ഇനി. എന്താവോ എന്തോ, മനസ്സിൽ ഒരു പേടി കടന്നുകൂടി. പെട്ടെന്ന് ബൈക്ക് മുന്നോട്ടെടുത്തതും എൻ്റെ ശരീരം കിച്ചേട്ടൻ്റെ പുറത്തമർന്നു. ഞാനാകെ ഞെട്ടിപ്പോയി. കണ്ണാടിയിൽ കൂടി നോക്കിയപ്പോൾ കിച്ചേട്ടൻ ദേ ചിരിച്ചോണ്ട് എന്നെ നോക്കുന്നു. പിന്നെ ആളെ നോക്കാതെ ബാക്കിലേക്ക് നീങ്ങിയിരുന്നു. അതെ, ഇങ്ങനെ ഇരുന്ന് നിലത്ത് കിടന്ന ഞാൻ അറിയില്ലാട്ടോ. കുറച്ച് മുന്നിലേക്ക് പോയതും കിച്ചേട്ടൻ പറഞ്ഞതും ആളുടെ ഷോൾഡറിൽ പിടിച്ച് നേരെയിരുന്നു. അപ്പോഴും ആളുടെ മുഖത്തൊരു കള്ളച്ചിരിയാണ്. ഈ ചിരി കാണുമ്പോഴാണ്, മനസ്സിൽ പറഞ്ഞുകൊണ്ട് കണ്ണാടിയിൽ കൂടെ കാണുന്ന കിച്ചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. കിച്ചുവും കാണുന്നുണ്ടായിരുന്നു തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നവളെ. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തട്ടിക്കളിച്ചു. മുന്നോട്ട് പോകുന്തോറും ഈ നിമിഷം കഴിയരുതേ എന്ന് മനസ്സിൽ അച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവനോടൊപ്പമുള്ള ഓരോ നിമിഷവും തന്നിൽ വരുത്തുന്ന മാറ്റങ്ങൾ അച്ചു മനസ്സിലാക്കുകയായിരുന്നു. ടൗണിൽ നിന്ന് സ്കൂളിലേക്കുള്ള വഴിയിലേക്ക് കിച്ചേട്ടൻ ബൈക്ക് വളച്ചു. ഇവിടെ നിർത്തിയാൽ മതിയെന്ന് പറയണമെന്നുണ്ട്. കാരണം ആരെങ്കിലും കണ്ടാൽ ചോദ്യമാവും, പറച്ചിലാവും. ഓഫ്. അപ്പോഴേക്കും സ്കൂൾ ഗ്രൗണ്ടിന് മുന്നിൽ കിച്ചേട്ടൻ ബൈക്ക് നിർത്തി. ബൈക്കിൽ നിന്നിറങ്ങി ചുറ്റുമൊന്ന് നോക്കിയതും അച്ചുവിൻ്റെ കണ്ണുകൾ ചുരുങ്ങി. അവിടെയുള്ള 3/4 ഭാഗം ഗേൾസും താൻ നിൽക്കുന്ന ഭാഗത്തേക്കാണ് നോക്കുന്നത്. ചിലർ എന്തോ പറയുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയതും കണ്ടു ബൈക്കിലിരുന്ന് ചുറ്റും നോക്കുന്ന കിച്ചേട്ടനെ. എൻ്റെ ദൈവമേ, ഈ കോഴികൾക്ക് വായി നോക്കാൻ എൻ്റെ ചെക്കിനെ കിട്ടിയുള്ളൂ. പിറുപിറുത്തുകൊണ്ട് ചുറ്റും നോക്കിയതും കണ്ടു തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ചു കുട്ടികളെ. അത് കണ്ട് ദേഷ്യം വന്ന് കിച്ചേട്ടൻ്റെ നേരെ തിരിഞ്ഞു. അതെ. അച്ചു വിളിച്ചതും കിച്ചു ചുറ്റും നോക്കുന്നത് നിർത്തി അവളെ നോക്കി. അവളെ നോക്കി പുരികം വളച്ചു. പോകുന്നില്ലേ? ഒരു കൈ ഇടുപ്പിൽ കുത്തിക്കൊണ്ട് ചോദിക്കുന്നവളെ അവനൊന്ന് നോക്കി. നീ പൊക്കോ, എന്നിട്ട് ഞാൻ പൊക്കോളാം. അത് വേണ്ട, കിച്ചേട്ടൻ പോയേ. ഐഷ്, ഞാൻ പൊക്കോളാന്നേ. ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് അച്ചുവിനെ കിച്ച് മറുപടി കൊടുത്തു. എന്തോന്നാ നോക്കണേ? ചുറ്റും നോക്കുന്നവനെ നോക്കിക്കൊണ്ട് അച്ചു ചോദിച്ചു. എന്തോരം പെമ്പിള്ളേരാണല്ലേ? ചുറ്റുമൊന്ന് കണ്ണോടിച്ച് മുന്നിൽ നിൽക്കുന്ന അച്ചുവിനെ നോക്കി കിച്ചു പറഞ്ഞു. അവളെ നോക്കിയപ്പോൾ ഭദ്രകാളി പോലെ നിൽക്കുന്നു അച്ചു. ചുണ്ടാകെ കൂർപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. പെട്ടു. കിച്ചു ആത്മഗതിച്ചുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു. വായി നോക്കാനാണല്ലേ? ഞാൻ പോവാ. അച്ചു പിന്തിരിഞ്ഞ് നടക്കാൻ പോയതും കിച്ചു അവളെ വിളിച്ചു. വായി നോക്കിയതൊന്നല്ല, എൻ്റെ അച്ചുകുട്ടിയുടെ സ്കൂള് ഞാനൊന്ന് വീക്ഷിച്ചതല്ലേ.
അപ്പോൾ ചേട്ടൻ പോട്ടെ. അതും പറഞ്ഞ് കിച്ചു പോയതും അച്ചു അവനെ നോക്കി പേടിപ്പിച്ചു. കണ്ണാടിയിൽ കൂടെ അത് കണ്ടതും കിച്ചുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഗേറ്റിൻ്റെ അവിടെ നിന്ന് മുന്നിലേക്ക് നടന്ന് ഓഫീസ് മുറിക്ക് അടുത്തുള്ള ക്ലാസ്സിൽ കയറിയതും കണ്ടു സൈഡ് സീറ്റിലിരിക്കുന്ന ബാക്കി 3 പേരെ. അവരുടെ കൂടെ പോയി ഇരുന്നു. കിച്ചേട്ടൻ്റെ കാര്യമോ തനിക്കൊരു പ്രണയമുണ്ടെന്ന കാര്യമോ അവരോട് പറയാൻ തോന്നിയില്ല. അവർ സംസാരിക്കുന്നത് കേട്ടിരുന്നു. അപ്പോഴാണ് ക്ലാസ്സിലെ ഒരു വലിയ ടീമിലുള്ള ഒരു കുട്ടി നിഷാന ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അവരുടെ ഒപ്പം കൂട്ടുകാരി ആരികയുമുണ്ട്. എടി, നിന്നെ ഇന്ന് കൊണ്ടാക്കിയ ചേട്ടൻ അതാരാ? നിഷാന എൻ്റെ അടുത്തേക്ക് വന്ന് ബെഞ്ചിൽ കയ്യൂന്നിക്കൊണ്ട് ചോദിച്ചു. ഓഹ്, പണ്ടാരം കണ്ടു എന്ന് തോന്നുന്നു. കസിനാണ്. ഒഴുക്കൻ മട്ടിൽ അച്ചു ഉത്തരം കൊടുത്തു. എന്താ പേര്? ആരുടെ? ആ ചേട്ടൻ്റെ. നിഖിൽ. പല്ല് കടിച്ചുകൊണ്ട് അച്ചു പറഞ്ഞു. ആ ചേട്ടൻ സിംഗിളാണോ? നിഷാന ചോദിച്ചു. അല്ല, കമ്മിറ്റഡ് ആണ്. അത് പറഞ്ഞതും രണ്ടും കൂടെ വന്ന വഴി തിരികെ പോയി. അല്ലട മോനെ കിച്ചു, എപ്പോഴാ ചിലവ് തരുന്നേ? കിച്ചു അച്ചുവിനെ കൊണ്ടാക്കി നേരെ പോയത് അജിത്തിൻ്റെ വീട്ടിലേക്കാണ്. കണ്ണനും അജിത്തും പ്രണവും ശിവയും ഗിരിയും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ അജിത്തിൻ്റെ മുറിയിൽ ഇരിപ്പാണ്. അപ്പോഴാണ് ഗിരി കിച്ചുവിനോട് ചോദിച്ചത്. ചിലവോ? എന്തിന്? മോനെ അളിയ, കൂട്ടത്തിൽ സിംഗിളായിട്ട് കമ്മിറ്റഡ് ആകുമ്പോൾ ചിലവ് തരണം, പ്രണവ് പറഞ്ഞു. ഓഹ്, അപ്പോഴേക്കും നിങ്ങളുടെ കാതിൽ എത്തിച്ചു അവൻ. കിച്ചു കണ്ണനെ ഒന്ന് നോക്കി. കണ്ണൻ അവനെ നോക്കി ചിരിച്ച് കാണിച്ചു. പറയടാ, എപ്പോഴാ ചെലവ്? അജിത്ത് വിടാൻ ഉദ്ദേശമില്ലാതെ പറഞ്ഞു. നാളെ സെറ്റാക്കാം. അപ്പോൾ സെറ്റ്. എനിക്കും അവസരം വരും. കിച്ചു എല്ലാത്തിനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. ഡാ കിച്ചു, ജസ്റ്റ് ഒരു അട്രാക്ഷൻ മാത്രമാകരുത് അച്ചുവുമായുള്ള ബന്ധം. അല്ലടാ, എനിക്ക് അവളെ ഇഷ്ടാ. എന്തു വന്നാലും വിട്ട് കളയരുത് അതിനെ, ശിവ പറഞ്ഞു. അതെ, എൻ്റെ പെങ്ങളെപ്പോലെ അരപ്പിരി ലൂസായ മുതലാണ്. എന്നാലും ആളൊരു പാവാണ്. അജിത്ത് അത് പറഞ്ഞതും 2 തലയണ അവൻ്റെ മേലെ വന്ന് വീണു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പെങ്ങളെ പറയരുതെന്ന്. കണ്ണനും പ്രണവുമാണ് ഒരുമിച്ച് തലയണ വീക്കിയത്. അത് കണ്ട് ബാക്കി 3 അജിത്തിനെ നോക്കി ചിരിച്ചു. ഡാ കിച്ചു, ഇന്ന് അതിനെ കൊണ്ട് സ്കൂളിലാക്കിയത് നീയാണല്ലേ? ശിവ ചോദിച്ചു. അത് നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ കണ്ടിരുന്നു. തെണ്ടി, അത്രയും വരെ ആയല്ലേ? നിങ്ങൾക്ക് ഇത്രയല്ലേ? അച്ചു 24 മണിക്കൂറും വീട്ടിലാണ്. ഇനി എന്തൊക്കെ കാണണം എന്തോ. കണ്ണനാണത് പറഞ്ഞത്. ചെക്കന് നല്ല വിഷമമുണ്ടല്ലേ? അച്ചുവിൻ്റെ വീട്ടിൽ അറിയാതെ നോക്ക്, ശിവ പറഞ്ഞതും എല്ലാവരും അതിനോട് അനുകൂലിച്ചു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞതും ടീനയ്ക്കും ജോസ്നയ്ക്കും ഒപ്പം ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാൻ സ്കൂൾ ഗേറ്റിൻ്റെ അവിടേക്ക് നടക്കുകയാണ് അച്ചു. എടി, നമുക്കിന്ന് സ്റ്റാൻഡിൽ നിന്ന് കയറാം, അച്ചു പറഞ്ഞതും ടീനയും ജോസ്നയും അവനെ നോക്കി. പ്ലീസ്. അവിടം വരെ നടക്കണ്ടേടി. പ്ലീസ്, നമുക്ക് സിപ്പപ്പ് വാങ്ങാം. കാശുണ്ടോ അതിന്? ഉണ്ട്. എന്നാ വാ. അതും പറഞ്ഞ് 3 പേരും സ്റ്റാൻഡിലേക്ക് നടന്നു. ഗേറ്റിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് മഠത്തിലേക്കുള്ള റോഡിൽ കൂടെ 3 നടന്നു. പോകുന്ന വഴിയിൽ ഒരു വീടിനോട് ചേർന്ന് നിൽക്കുന്ന കോളാമ്പി ചെടിയിൽ നിന്ന് കോളാമ്പി പൂ പറിച്ച് കയ്യിൽ പിടിച്ച് വച്ചു. കോൺവെൻറ്റ് റോഡ് കഴിഞ്ഞതും റോഡ് ക്രോസ് ചെയ്ത് നടന്നു. കുറച്ചുകൂടി നടന്ന് വീണ്ടും റോഡ് ക്രോസ് ചെയ്തു. സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള കടയിൽ നിന്ന് നല്ല ചൂട് പരിപ്പുവടയുടെയും ഉഴുന്നുവടയുടെയും മണം അവരുടെ മൂക്കിൽ കൂടി കടന്നുപോയി. ഓഹ്, നല്ല മണം, അച്ചു കടയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. കടയുടെ ബാക്കിൽ ഒരു ചെറിയ പാർക്കാണ്. പാർക്കിൽ 2-3 ഊഞ്ഞാലുണ്ട്. ഒപ്പം ഇരിക്കാൻ പറ്റിയ ബെഞ്ചുകളും. അതിലൊക്കെ കപ്പിൾസ് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എന്തോരം കപ്പിൾസാണല്ലേ? പാർക്കിലേക്ക് നോക്കി മുന്നോട്ട് നടന്ന് അവിടെയായി ബനിയനും ടോപ്പുകളുമൊക്കെ വിൽക്കുന്ന ഫുട്പാത്തിലേക്ക് നോക്കി മുന്നോട്ട് നിരന്ന് കിടക്കുന്ന ബസ്സുകളെയും നോക്കിക്കൊണ്ട് കൂട്ടം കൂടി നിൽക്കുന്ന ആളുകൾക്കിടയിൽ കൂടി നടന്ന് തങ്ങളുടെ വഴിക്ക് പോകുന്ന സ്റ്റോപ്പിലേക്ക് നിന്നു. എടി, സിപ്പപ്പ്. തെണ്ടി, മറന്നിട്ടില്ല, മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവരെ നോക്കി ചിരിച്ച് ബാഗിൽ നിന്ന് 20ൻ്റെ നോട്ടെടുത്ത് കയ്യിൽ പിടിച്ചു. ബാ, നീ പോയി വാങ്ങിയിട്ട് വാ. അയ്യടാ, ഞാൻ ഒറ്റയ്ക്ക് പോകില്ല, അച്ചു തീർത്തു പറഞ്ഞതും ടീന അവരുടെ കൂടെ പോയി. 2 പേരും കൂടെ നിരന്ന് നിൽക്കുന്ന കടകളിൽ ഒരു കടയിൽ കയറി. ചേട്ടാ, 3 സാലഡ്.
അച്ചു സർബത്തടിക്കുന്ന ചേട്ടനോട് പറഞ്ഞു. 15 രൂപ. സലാഡ് എടുത്തുകൊണ്ട് കടക്കാരൻ പറഞ്ഞു. കാശും കൊടുത്ത് ബാക്കിയുള്ള 5 രൂപയും വാങ്ങിച്ച് ജോത്സ്നയുടെ അടുത്തേക്ക് നടന്നു. എന്നാ മുണുങ്ങ്. അതും പറഞ്ഞ് അച്ചു കയ്യിലെ ഒരു സലാഡ് ജോസ്നയ്ക്കും ടീനയ്ക്കും കൊടുത്തു. മൂന്നും കൂടെ സലാഡ് തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ചുവിനെ ബാക്കിൽ കൂടെ ആരോ തൂണ്ടിയത്. ആരിത്? ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കിയ അച്ചു പിന്നിൽ നോക്കി ഇളിക്കുന്ന ലച്ചുവിനെ കണ്ട്. നീയായിരുന്നോ? നീ വേറെ ആരേലും ആണെന്ന് വിചാരിച്ചോ? ഹായ് സലാഡ്. അതും പറഞ്ഞ് അച്ചുവിൻ്റെ കയ്യിലെ സലാഡ് ലച്ചു കൈക്കലാക്കി. തിണ്ടി, എൻ്റെ സലാഡ് തരാടി. അതും പറഞ്ഞ് ലച്ചു സലാഡ് പകുതിയോളം കഴിച്ച് ബാക്കി അച്ചുവിന് നേരെ നീട്ടി. തു, എനിക്ക് വേണ്ട. സലാഡിലേക്കൊന്ന് നോക്കിക്കൊണ്ട് അച്ചു പറഞ്ഞു. ലച്ചു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് സലാഡ് കഴിച്ചു. അപ്പോഴാണ് അച്ചു കിച്ചു തന്നോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് ലച്ചുവിനോട് പറഞ്ഞിട്ടില്ല എന്ന് ഓർത്തത്. അപ്പോൾ തന്നെ ലച്ചുവിനെ നോക്കി അച്ചു. എടി, നീ ഏത് ബസ്സിനാ പോണേ? അച്ചു ലച്ചുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് 2 ബുക്സ് വാങ്ങാനുണ്ടടി. ബുക്ക് സ്റ്റോളിൽ കയറണം, എന്നിട്ട് വേണം പോകാൻ. അപ്പോഴേക്കും അച്ചുവിന് പോകേണ്ട ബസ് വന്നു. എടി, ബസ് വന്നു. നിങ്ങൾ പൊക്കോ, ഞാൻ അടുത്ത ബസ്സിന് വന്നോളാം. അച്ചു അവരെ നോക്കി പറഞ്ഞ് 2 പേരും അവളോട് ഓക്കെ പറഞ്ഞുകൊണ്ട് ബസ്സിലേക്ക് കയറാൻ പോയി. നീ എന്താ ഈ ബസ്സിന് പോവാത്തെ? നിനക്ക് ബുക്ക് സ്റ്റോളിൽ കയറണ്ടേ? അതിന് ഞാനും വരാടി. അച്ചുവിനെ നോക്കി മൂളിക്കൊണ്ട് ലച്ചു അവളെയും കൂട്ടി ബാക്കിലേക്ക് നടന്നു. സ്റ്റെപ്പ് കയറി സ്റ്റാൻഡിൻ്റെ ബാക്കിലേക്ക് നടന്ന് ബുക്ക് സ്റ്റാൾ അന്വേഷിച്ച് നടന്നു രണ്ടും കൂടി. എടി ദേ. അടുത്ത് കണ്ട ബുക്ക് സ്റ്റാൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അച്ചു ലച്ചുവിനോട് പറഞ്ഞു. ബുക്ക് സ്റ്റാളിൽ കയറി പുസ്തകവും വാങ്ങി ക്യാഷ് കൊടുത്ത് 2 പേരും പുറത്തേക്കിറങ്ങി. നിനക്കെന്നോട് എന്തേലും പറയാനുണ്ടോടി? ലച്ചു ചോദിച്ചതും അച്ചു അവളെ നോക്കി ചിരിച്ചു കാണിച്ചു. എന്തോന്നടി? എടി, അത് ഇന്നലെ. ബാക്കി പറയാതെ അച്ചു ലച്ചുവിനെ നോക്കി. ഇന്നലെ? എടി, അത് കിച്ചേട്ടൻ ഇന്നലെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അച്ചു അത് പറഞ്ഞതും ലച്ചു കണ്ണുമിഴിച്ച് അച്ചുവിനെ നോക്കി. 2 സെക്കൻഡിന് ശേഷം അച്ചുവിനെ നോക്കി ലച്ചു ചിരിക്കാൻ തുടങ്ങി. ഒരു പ്രേമം തുടങ്ങിയപ്പോൾ 24 മണിക്കൂറും അതിനെപ്പറ്റി തന്നെയാണല്ലേ ചിന്ത. ഇന്നലെ കിച്ചേട്ടൻ നിന്നെ പ്രപ്പോസൽ ചെയ്തതാണോ സ്വപ്നം കണ്ടത് മോളെ? ഞാനും കണ്ടിരുന്നു സ്വപ്നം. ആദ്യേട്ടൻ എന്നെ ഉമ്മ വയ്ക്കുന്നത്. ലച്ചു പറഞ്ഞതും അച്ചുവിൻ്റെ കണ്ണ് തള്ളിപ്പോയി. എടി, ഇത് നിന്നെപ്പോലെ ഊള സ്വപ്നമൊന്നുമല്ല. പിന്നെ? അച്ചുവിൻ്റെ മുഖം സീരിയസ് ആയതും ലച്ചു ചിരി നിർത്തി അവളെ നോക്കി. എടി, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇന്നലെ കിച്ചേട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്തു, അതും ടെറസിൻ്റെ മുകളിൽ വെച്ച്. അതും പറഞ്ഞ് ഇന്നലെ നടന്നതെല്ലാം വള്ളി പുള്ളി തെറ്റാതെ ലച്ചുവിനെ പറഞ്ഞു കേൾപ്പിച്ചു. അയ്യടാ, ചേട്ടനാള് കൊള്ളാലോ. എല്ലാം കേട്ട് കഴിഞ്ഞതും ലച്ചു പറഞ്ഞു. ശേഷം അച്ചുവിനെ നോക്കി ചിരിച്ചു. സന്തോഷായില്ലേ നിനക്ക്? അച്ചുവിൻ്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് ലച്ചു ചോദിച്ചു. മറുപടിയായി അച്ചു ലച്ചുവിനെ ഒന്ന് പുണർന്നു. മാറി നിൽക്കടി, ആരെങ്കിലും കണ്ട അവിഹിതമാണെന്ന് പറയും. അച്ചുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ലച്ചു പറഞ്ഞു. അത് കേട്ടതും ലച്ചു അച്ചുവിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എന്തായാലും അമ്മായി ആള് കൊള്ളാലേ. പ്രേമിക്കാൻ മകന് ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുന്നു. ലച്ചു ഗീതയെ ആലോചിച്ചുകൊണ്ട് അച്ചുവിനോട് പറഞ്ഞു. അത് കേട്ടതും അച്ചു ചിരിച്ചു. അപ്പോഴേക്കും അവർക്ക് പോകേണ്ട ബസ് വന്നു. 2 പേരും ബസ്സിൽ കയറി ഇരിക്കാൻ സീറ്റില്ലാത്തത് കൊണ്ട് ഏകദേശം നടുക്കായി 2 പേരും നിന്നു. അച്ചുവിൻ്റെ സ്റ്റോപ്പ് എത്തിയതും ലച്ചുവിനോട് ബൈ പറഞ്ഞ് അവൾ ഇറങ്ങി. വീട്ടിലേക്കുള്ള ഇടവഴി കയറിയതും കണ്ടിരുന്നു മുന്നിൽ തന്നെ ദേഷ്യത്തിൽ നിൽക്കുന്ന അമ്മയെ. ഓഹ്, പരദൂഷണം തള്ള എന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതും മനസ്സിൽ പറഞ്ഞ് ആ തള്ളയെ തെറിയും പറഞ്ഞ് വീട്ടിലേക്ക് കയറി. അപ്പോഴും അമ്മ തറച്ചു നോക്കുന്നുണ്ട്. നിനക്ക് രാവിലെ ബസ് കിട്ടിയില്ലായിരുന്നോ? ബാഗ് കസേരയിലേക്ക് വെച്ചതും അമ്മയുടെ വക ചോദ്യം ഉയർന്നു. ഇല്ല. ഒരൊറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടക്കാൻ പോയതും അമ്മയുടെ അടുത്ത പറച്ചിൽ കേട്ട് അവിടെ തന്നെ നിന്നുപോയി. അപ്പോൾ ഞാൻ കേട്ടത് സത്യാണല്ലേ? ഏതവനാടി നിന്നെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയത്? മനുഷ്യനെ നാണം കെടുത്താനാണോ നിന്റെ ഉദ്ദേശം? ക്ലാസ്സിൽ പോകുകയാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആരുടെ ഒപ്പം ആടിപ്പോയേ? വല്ലോരും വന്ന് പറഞ്ഞപ്പോൾ എന്ത് പറയണമെന്നറിയാതെ നിന്റെ അച്ഛൻ ഇതൊക്കെ അറിഞ്ഞാൽ നിന്നെ വെറുതെ വെക്കില്ല. അമ്മ പറഞ്ഞത് എങ്ങോട്ടാ പോകുന്നത് എന്ന് ആലോചിക്കുകയാണ് അച്ചു. ആ പരദൂഷണം തള്ള ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന ധാരണ അച്ചുവിന് കിട്ടി.
ഇനിയും എന്തേലും പറഞ്ഞില്ലെങ്കിൽ അമ്മയുടെ പറച്ചിലിൻ്റെ ടോൺ മാറുമെന്ന് അച്ചുവിന് തോന്നി. അമ്മ, ഇത് എന്തൊക്കെയാ ഈ പറയുന്നേ? വല്ലവരും പറയുന്നത് കേട്ട് അതാണ് സത്യമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കല്ലേ. എനിക്കിന്ന് സ്ഥിരം പോകുന്ന ബസ് മിസ്സായി. അടുത്ത ബസ്സിന് പോകാമെന്ന് കരുതിയപ്പോഴാണ് കിച്ചേട്ടൻ അങ്ങോട്ട് വന്നേ. കിച്ചേട്ടൻ കൊണ്ടാക്കാന്ന് പറഞ്ഞു. പിന്നെ പാപ്പനും കൂടെ പറഞ്ഞപ്പോഴാണ് കിച്ചേട്ടൻ എന്നെ കൊണ്ടാക്കിയത്. അച്ചു അമ്മയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. കിച്ചുമോനാണോ നിന്നെ കൊണ്ടാക്കിയേ? എന്നാ അത് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ? അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ അച്ചുവിന് ദേഷ്യം തോന്നി. പറയാൻ വല്ല അവസരവും തന്നോ അമ്മ? ആ, നീയത് വിട്. ആ തള്ള ഓരോന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കിച്ചുമോനാണെന്ന് ഞാൻ അറിഞ്ഞു. എന്തായാലും മോനുണ്ടായത് കൊണ്ട് നേരത്തെ ക്ലാസ്സിലെത്താൻ പറ്റിയില്ലേ. നീ വാ, ഞാൻ ചായ എടുത്ത് തരാം. അമ്മ തന്നെ അങ്ങ് കുടിച്ചോ. അതും പറഞ്ഞ് ദേഷ്യത്തിൽ അച്ചു മുറിയിലേക്ക് കയറി വാതിലടച്ചു. ഓന്ത് മാറുമോ ഇതുപോലെ? ഡ്രസ്സ് മാറി പുറത്തേക്കിറങ്ങിയതും അമ്മയെ നോക്കി അച്ചു പിറുപിറുത്തു. അച്ചു, നിനക്ക് മാത്സ് പഠിപ്പിച്ച് തരുമെന്ന് ഞാൻ കിച്ചുവിനോട് ചോദിച്ചായിരുന്നു. നിന്റെ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ മോൻ നിനക്ക് മാത്സ് ട്യൂഷൻ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞത് കേട്ടതും അച്ചുവിൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഇനി നീ മാത്സിൽ ഉഴപ്പുന്നത് എനിക്കൊന്ന് കാണണം. അതും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയ അമ്മയെ നോക്കി അച്ചു നിന്നു.